വേദി കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കളികൾ കളിച്ചതിലൊരു പ്രധാന ഈ പിഷാരടി ആയിരുന്നു. അതിന് എത്ര വൃത്തികെട്ട മനസ്സോട് കൂടിയിട്ടാണ് ഈ രമേശ് പിഷാരടി അവിടെ കളിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കണം. എനിക്ക് ആ ഒരു ദേഷ്യം മനസ്സിലുണ്ട്. നീ പലതന്തയ്ക്ക് പറഞ്ഞവനാ, എനിക്കൊറ്റ തന്തയുള്ളൂ, എനിക്കൊരു വാക്കേ ഉള്ളൂ അച്ഛൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞാൽ ഞാൻ പലതന്തയ്ക്ക് പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല, നിങ്ങൾ അന്വേഷിക്കാൻ പോയിട്ട് ഞാൻ അകത്തോട്ട് കയറി. എന്തായാലും ഇലക്ഷനൊക്കെ വരുമല്ലേ, മാരാറിന്റെ കുറെ തള്ളുകൾ, അത് തള്ളുകളല്ല, നിലപാടില്ലായ്മ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലേ. മാരാർ പണ്ട്, ഇപ്പം മാരാർ ജി. അതെ അതെ. എനിക്ക് ആക്ച്വലി മാരാറിനെ പേഴ്സണലി എനിക്കറിയാം, ഞാൻ ഫോണിൽ കൂടെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മാരാറിനോടൊക്കെ ഈ ബിഗ് ബോസ് സമയത്ത് നമുക്ക് ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തോന്നിയിട്ടുണ്ട്. കാര്യം ബിഗ് ബോസിൽ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി നല്ലൊരു ഗെയിമറായിരുന്നു അല്ലേ. പക്ഷേ ഈ ബിഗ് ബോസിലെ ഗെയിം വെച്ചിട്ട് ഇയാൾ പറയുന്നൊരു ഡയലോഗുണ്ട്, 100 ദിവസം നിങ്ങൾ എന്നെ കണ്ടതല്ലേ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന്. ഈ ഇലക്ഷന്റെ വോട്ട് എവിടെ കിടക്കുന്നത്? ഈ ബിഗ് ബോസിൽ വോട്ട് ചെയ്ത കാര്യം വിചാരം കേരളത്തിലെ എല്ലാ ആൾക്കാരും ബിഗ് ബോസ് ഇരുന്ന് കണ്ടിട്ട് പുള്ളിയുടെ തീവ്ര ഫാൻ ആണെന്ന് അങ്ങനെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അതായത് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ ആരൊക്കെയാ? ചുമ്മാതെ വെറുതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഒരു ഷോ കാണുന്നത്. നമ്മളൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കണ്ടന്റ് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ മാരാറ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കാണും, അതിലൂടെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. ഈ മാരാർജി പറയുന്ന മറ്റൊരു സാധനമുണ്ട്, ഈ 26 ലക്ഷം വോട്ടാണ് മാരാർജിക്ക് ലാസ്റ്റ് കിട്ടിയത്. ഈ 26 ലക്ഷം വോട്ടും തൃക്കാക്കരെ നല്ല വന്നതെന്നും കൂടെ കേരളത്തിൽ നിന്ന് ആ സാധനം വന്നേക്കില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അങ്ങേർക്കില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുമോ? എന്നിട്ട് ഒരു ആലോചിക്കും, നിങ്ങൾ ഒരു നാടിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുവാണ്, അന്നേരം നിങ്ങൾ പറയണത് ബിഗ് ബോസിൽ എന്നെ കണ്ടിട്ടുണ്ട്, അതിൽ കൂടെ എന്നെ മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബോധവും വിവരവും ഉണ്ട് എന്ന് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഏറ്റവും വലിയ തമാശ എന്താ പറയുമോ, നിങ്ങൾ എന്നെ വോട്ട് ചെയ്യണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടാൽ മതി. പിഷാരടി എന്തിനാണ് മത്സരിക്കുന്നത്? എന്താണ് പറയുന്നതെന്നുള്ളതാ. എനിക്ക് ബിഗ് ബോസ് സമയത്ത് പുള്ളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതിന് സാധനം ഉണ്ടോ, നിലപാടിന്റെ രാജകുമാരൻ. എന്തായാലും കുറച്ച് നിലപാടിന്റെ വീഡിയോസ് കാണാം, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. BJPയുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത്. ഭീകരമായ മനസ്സിലാക്കിയാ മതി. മനസ്സിലായല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യന് യാതൊരു നിലപാടുമില്ല. ഇയാളുടെ നിലപാടില്ലായ്മയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ ഇത് ഇന്നും നിൽക്കത്തില്ല. ഇതിപ്പം 1-2 വീഡിയോ ഒന്നും അല്ല, പുള്ളിയുടെ പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ ആരും കാണാത്തൊരു വീഡിയോ. പുള്ളി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ ഇടയ്ക്ക് പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിക്കരുതെന്ന് പറയുമെന്ന്. ഇപ്പൊ ഏകദേശം ഒരു ധാരണയായി പുള്ളിക്ക് ഏറ്റവും വലിയ. അപ്പൊ അതായത് ഇപ്പം BJPക്കാർ പോയിട്ട് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുമെന്നോ അവരെ കൊല്ലുമെന്നോ എന്നുള്ളതൊന്നും അല്ല. പക്ഷെ 2 പേർ തമ്മിൽ കാണുമ്പോൾ സംശയത്തിന്റെ കണ്ണോട് കൂടിയിട്ട് നോക്കാൻ തുടങ്ങും. ഇവിടെ ഒരു അഖിൽമാരാരും ഒരു മുഹമ്മദ് ഷഫീഖും കൂടെ തമ്മിൽ കണ്ടാൽ പരസ്പരം കൈ കൊടുക്കുമ്പോൾ പേര് പറഞ്ഞു കഴിയുമ്പോൾ ശരിടാ കാണാം എന്ന് തോന്നിപ്പിക്കത്ത കാലം യവൻ സുഡാപ്പിയാണോ, സംശയം യവൻ സംഖ്യയാണോ, കുറിയിട്ടിട്ടുണ്ടല്ലോ, ഇവന്റെ നെറ്റി തഴമ്പുണ്ടല്ലോ, ഇവൻ താടി വളർത്തിയിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ട് അന്ന് എതിർത്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് അതിന് കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇന്നലകളിൽ സംസാരിച്ചതാ, കുഴപ്പമില്ല. എന്ത് പറഞ്ഞാലും ഇന്നലകളിൽ, ഈ ഒരു വാക്ക് മാത്രമേ ഇങ്ങനെ അറിയൂ. ഇന്നലകളിൽ അങ്ങനെ ചെയ്തു, ഇന്നലകളിൽ ഇങ്ങനെ ചെയ്തു എന്ന്. അല്ലെ, ഏറ്റവും കൂടുതൽ എക്സ്പോസ് ആയത് പിഷാരടിയായിട്ട് കയറി സംസാരിച്ച സാധനത്തിലാണ്. നിലപാടിന്റെ നിറകുടത്തിന്റെ അതാണ് അന്യ സാധനം. പിഷാരടി സിമ്പിൾ ആയിട്ട് റിപ്ലൈ കൊടുത്ത്. പിഷാരടിയുടെ വീഡിയോ കാണുന്നതിന് മുന്നേ തീർന്നിട്ടില്ല, ഇനി ഞാൻ കാണിച്ചു തരാം, വേറെ വീഡിയോസ് ഉണ്ട്. ഇനിയും പാടി എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വതന്ത്രമായിട്ട് മത്സരിച്ചോളാം. ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് ജയിക്കും തോക്കും എന്നുള്ളതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലുമില്ല. ആ നട്ടൽ ഇപ്പൊ എവിടെ കൊണ്ടുവച്ചേക്കാം? ഇപ്പൊ ആ നട്ടല് കയ്യിലുണ്ടോ? നിങ്ങൾക്ക് മാറാറേ ഈ സാമാന്യ ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്നും വന്ന് സംസാരിക്കത്തില്ല. നിങ്ങളെ എന്ത് കാരണത്തിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ആ റെസ്പെക്ട് നഷ്ടപ്പെട്ടെന്നുള്ളതിന്റെ കാരണം അറിയോ? നിങ്ങളുടെ കുറെ അല്പത്തരങ്ങൾ. അതൊന്നാമത്തെ കാര്യം. നിലപാടില്ലായ്മ അടുത്ത കാര്യം. ഈ അല്പത്തരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊരു വിചാരം, എൻ്റെ കയ്യിൽ മാത്രമേ വണ്ടികളുള്ളൂ, ഞാൻ മാത്രമേ കൂടിയ ഡ്രസ്സുകൾ ഇടൂ, എൻ്റെ കയ്യിലേ ഉള്ളൂ മൊബൈൽ ഫോൺ, ലോകത്തിന് താഴെയുള്ള എല്ലാം എൻ്റെ കീഴിലാണ് എന്നുള്ളൊരു ചിന്ത. അതായത് എന്നെ വെച്ചേച്ച് വേറെ ആരുമില്ല എന്നുള്ള
ഈ ഒരു അല്പത്തരമാണ് ഇയാൾ ഏറ്റവും കൂടുതൽ വെറുക്കാൻ കാരണം. ഇയാൾ ബിഗ് ബോസ് വിൻ ചെയ്ത സമയത്ത് ഇയാൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തന്ന സൗഭാഗ്യങ്ങളിൽ എന്നെ ഒരു അഹങ്കാരി ആക്കരുതേ എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞൊരു വ്യക്തിയാണിത്. പിന്നെ ഇങ്ങോട്ടുള്ള അയാളുടെ യാത്രകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ എന്തുമാത്രം അഹങ്കാരിയായി മാറിയെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ നിലപാടിൻ്റെ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങേർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയൊരു പണിയല്ല ഈ ഒരു കാര്യം. നിങ്ങൾ അനാവശ്യമായിട്ടാണ് ഇപ്പം ഇത്രയും കാര്യം നിങ്ങൾ എന്ത് പറയണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണ് ജനങ്ങളുടെ മുന്നിൽ. ജനങ്ങൾ മനസ്സിലാക്കുവാണ് നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നിലപാടും ഇല്ലാത്തൊരു വ്യക്തിയാണ് നാട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. മാരാർജിക്ക് നല്ലൊരു ഉപദേശം തരാം. എന്തെങ്കിലും പറയുമ്പോൾ മറ്റേ സിനിമയെ പോലെ ഉണ്ടത്ര ചേർത്താൽ മതി, നാളുകളിൽ അത് മാറ്റി പറയുമ്പോൾ ഒരു അനുഗ്രഹമായി മാറും. അതെ, നട്ടല് വളയ്ക്കാതെ പറഞ്ഞ ആള് താമരപ്പൂവും തുളത്തി ചാർത്തിക്കൊണ്ടാണ് നടക്കുന്നത്. അഖിൽമാരാറിനൊക്കെ വേണ്ടിയിട്ട് ജയ് പിടിക്കുന്ന കുറച്ച് ആൾക്കാർ. വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ, ഈ പാവങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ കയറി ചെന്നിട്ട് കുറേ പരിപാടികൾ കാണിക്കുന്നുണ്ട്. ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഈ ഇലക്ഷനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഒരു വായി നോക്കിയാളെയും കണ്ടിട്ടില്ല അവിടെ അങ്ങ് പോയി സഹായിക്കുന്നത്. ഇപ്പം നീയൊക്കെ ഉണ്ടാക്കാൻ നിനക്കൊക്കെ നാണോ മാനോ ഇല്ലേ? അറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുക. മാരാറിന്റെ ഒരു പുതിയ വീഡിയോ അത് മാരാറിന്റെ വൈഫിന്റെ ചാനൽ പേജിലൊക്കെ പോസ്റ്റ് ചെയ്തേക്കുന്നത്. വേണ്ടുന്നവരൊക്കെ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ചോദിച്ചു, ഇപ്പൊ ചോദിച്ചാൽ കിഡ്നി വരെ ഉമ്മരെ കൂരിത്തരും. അതെ, 10 പേര് താമസിക്കുകയാണെന്ന്. 10 പേര് താമസിക്കുന്ന വീടാ അത്. ഇതിനകത്ത് ഞങ്ങൾ 10 പേരുണ്ട്. ഞങ്ങൾ കൊച്ചുങ്ങൾ ഉൾപ്പെടെ 10 പേരെ ഈ വീട്ടിൽ. ഇതാണോ കോൺഗ്രസിന്റെ കോട്ട എന്നൂടെ ചോദിക്കണവരുടെ കേട്ടോ. ഇയാളൊക്കെ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഈ ഒരു സമയത്ത് ഇവരെയൊക്കെ സഹായിക്കാൻ ചെല്ലാനായിട്ട് എന്ത് നാണം ഉണ്ട് നിങ്ങൾക്കൊക്കെ? ഇതാ എനിക്ക് ചോദിക്കാം. ഒരു സിമ്പിൾ കാര്യം പറഞ്ഞിട്ടെ, ഇപ്പൊ മാരാർജി പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് 10 പേർക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഇതാണോ കോൺഗ്രസിന്റെ കോട്ട? ഗുജറാത്ത് NDAയുടെ കോട്ടയില് ഒന്ന് പോയി തല ഒന്ന് എത്തി നോക്കിക്കുക അവിടെ എന്താ സംഭവിക്കുന്നത്. അത് വിട്, അതിലൊന്നും കാര്യമില്ല. ശരി, മാരാർജി അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ജയിക്കുവോ? ജയിച്ചാൽ ചിന്തിച്ച പോലെ അതിനെ കുറിച്ച്. വേറൊരു കാര്യം കൂടെ, ഈ മഹാവ്യക്തി തന്നെ പറഞ്ഞതാണ്, ഒരു ബിഗ് ബോസ് സമയത്ത് ഒരു റോഡ് സൈഡിലെങ്ങാണ്ട് നിന്ന് കച്ചവടം ചെയ്യുന്ന ആരെയും പോയി പുള്ളിക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന വഴിക്ക് ആൾക്കാരെ അതിനകത്ത് കമന്റ് ഇട്ട് ചോദിച്ചു, അവിടെ ചെന്ന വഴിക്ക് ആ കൊച്ചിന് എന്തോ സൈക്കിൾ മേടിച്ചു കൊടുക്കാൻ ഞാൻ അങ്ങനെയുള്ള എന്തൊക്കെ ചോദിച്ചു. അപ്പം മാരാർ അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്, ഒരു കൈ ചെയ്യുന്നതിന് മറ്റേ കൈ അറിയിപ്പിക്കണം. ഞാൻ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്, ഞാൻ ഇന്നേവരെ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയ. ഇനി ഇതിപ്പം എന്തുവാ, ഇതെടുത്ത് വെച്ചിട്ട് ഇലക്ഷന് വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. അതായത് ആ ഫാമിലി, ആ കുടുംബത്തിന്റെ അവസ്ഥ എടുത്ത് മാക്സിമം എടുത്ത് ഉപയോഗിക്കുക, മനസ്സിലായോ? എന്നിട്ട് അത് മാർക്കറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു സമയത്തല്ല ഇതൊക്കെ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇപ്പൊ വന്ന ട്രോളായിട്ട് വന്നതാ. മറ്റേ ഇയാളുണ്ടല്ലോ, ഉല്ലാസ് പന്തളത്തിന് 10,000 രൂപ കൊടുത്ത് സഹായിച്ചു. പക്ഷെ ഞാനത് പുറത്തു പറയത്തില്ല. പേടിയുണ്ടോ? എല്ലാവർക്കും പേടിയാണ്, അതാണ് ആരും വിട്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്മയെ കണ്ടേ, അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, പെൻഷനൊക്കെ ഇപ്പം കൂട്ടിയിട്ടുണ്ടെന്ന്, അതുകൊണ്ട് ഞാനൊരു ഓട്ടം കൊടുക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, 5-6 അടി എന്നിട്ട് ഉമ്മ വന്നാൽ എനിക്കൊരു വോട്ട് തരുമെന്ന് ചോദിച്ചു. അല്ല ചെയ്യുന്നത്, 5 വർഷം ദ്രോഹിച്ചിട്ട് അവസാനം എന്തെങ്കിലും ചെയ്താൽ അപ്പോഴേ വോട്ട് കൊടുക്കാൻ പോകുന്നു. നിങ്ങളും ആലോചിക്കണം. ഞാനിപ്പോ എനിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും പറയത്തില്ല, പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പിണറായി വിജയന്റെ ഈ പറയുന്ന ഭരണത്തോടെ എനിക്ക് വലിയ യോജിപ്പില്ല. അത് വേറൊരു സത്യം. ഒരു മനുഷ്യരും അത് യോജിക്കാനും പോകുന്നില്ല. പക്ഷെ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്തു? സമൂഹത്തിനും നാട്ടിനും വേണ്ടി ഉത്തരം പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചതിന് 2 കേസുള്ള ആളാണ്. ഇയാള് പറഞ്ഞ വീട് എന്ത് ചെയ്യേ? വയനാട് വീട് വെച്ചു കൊടുത്തു. അത് ചോദിച്ചാൽ പറഞ്ഞു കേട്ടില്ലേ, അവര് ചെയ്തോ ഇവര് ചെയ്തോ, പിന്നെ എന്നോട് ചോദിക്കുന്നു. ആ വീട്ടിന്റെ കഥ എങ്ങാണ്ട് ഈ പുള്ളിയുടെ ലേറ്റസ്റ്റ് ഒരു പടം ഇറങ്ങി പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുമായിട്ട് കണക്റ്റഡ് ആണ് ആ ഒരു സാധനം. അതായത് ആ വീട് ചെയ്ത് കൊടുക്കാന്ന് എന്റെ പേരിൽ പറഞ്ഞും കണ്ടല്ലേ ആ വീട് ചെയ്ത് കൊടുത്തത്. അതെ. എന്നിട്ട് അവസാനം മൊത്തത്തിൽ മൂഞ്ചി. ഇപ്പൊ വീടുമില്ല, ഒന്നുമില്ല. എന്നിട്ട് പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസഫ് അലി പറഞ്ഞിട്ടില്ലേ, ബോച്ച പറഞ്ഞിട്ടില്ലേ, അവരൊക്കെ വെച്ചുകൊടുത്ത് വിടല്ല. അവരൊക്കെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് സമൂഹത്തിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ നാളുകളിൽ മാരാർജി ജയിച്ചു എന്ന് കരുതുക, ഇവിടുത്തെ MLA മാർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പറയും, ആ MLA ചെയ്തോ, ഈ MLA ചെയ്തോ, പിന്നെ ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ശക്തമായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് സംസാരിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് പേടി വരുന്നത്. വേറൊരു സാധനമുണ്ട്, ഈ ഓട്ടോ സ്റ്റാൻഡിലോട്ടൊക്കെ ഓടിക്കേറുന്ന ഒരു വീഡിയോ. ആ വീഡിയോ ഉണ്ടല്ലേ, ആ വീഡിയോ അതാണ് ഈ വീഡിയോ.
ഓട്ടോക്കാർക്കൊക്കെ ഉണ്ടല്ലോ ലിറ്ററലി താല്പര്യമില്ല. അതൊക്കെ പോട്ടെ, തൃക്കാക്കരയുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പേഴ്സണലി ചോദിച്ചാൽ മതി, മാരാർ ആരാന്ന് പോലും അവർക്ക് അറിയത്തില്ല. അവർ ചോദിക്കുന്നത് പറഞ്ഞാൽ യവൻ വന്നിട്ട് എന്ത് ചെയ്യാനാണ്. അത് മാത്രമല്ല, ഒന്നും കൂടി അങ്ങ് എക്സ്പോസ് ചെയ്ത് കൊടുത്ത്, അതായത് ജനങ്ങൾക്ക് മനസ്സിലായി നിലപാടെന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത ഒരുത്തനാണ് ഇവിടെ വന്ന് നിൽക്കാൻ പോകുന്നത്. മാരാർ ഓട്ടത്തിൽ എവിടെങ്കിലും ഒരു ചായ കാച്ചൽ ഫീൽ ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് കോട്ടയത്ത് പുതുപ്പള്ളിയില് നമ്മുടെ ചാണ്ടിയുമ്മൻ ഇതേ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്താ കോപ്പി അടിക്കുമ്പോൾ ഒരു മര്യാദ വേണ്ടേ? സത്യമാ. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. ഞാൻ പിഷാരടിക്കെതിരെ പറയാൻ 2 കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമെന്ന് പറയുന്നത് ഈ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒരിക്കലും പറയുകയായിരുന്നില്ല, മറിച്ച് അഖിൽ മാരാരുടെ സ്ഥാനാർത്ഥിത്വം മോശമാവുകയും അല്ലെങ്കിൽ 2020 മറ്റ് സിനിമാക്കാരുടെ സ്ഥാനാർത്ഥിത്വം മോശമാവുകയും രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം മഹത്വപൂർണ്ണമാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആ കാര്യകാരണങ്ങൾ ഞാൻ വിശദീകരിക്കുക. രമേശ് പിഷാരടി പറഞ്ഞതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് അഖിൽ മാരാര് എപ്പോഴും അഭിപ്രായം മാറ്റി ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പലപ്പോഴും മാധ്യമപ്രവർത്തകരെ നിങ്ങളെല്ലാം നിഷ്പക്ഷരാണ്. നമ്മൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അഭിപ്രായം മാറ്റി പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം മാധ്യമങ്ങളുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രാവിലെ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിക്കുമ്പോൾ നിങ്ങൾ അവരും BJP-കാരും തെറി വിളിക്കും. നിങ്ങൾ BJP അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ അഭിലാഷ് സംഖ്യയാണെന്ന് ചോദിക്കും. അതങ്ങനെ വ്യത്യസ്തങ്ങളായിക്കൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഒരു നിഷ്പക്ഷ സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ്. അഖിൽ മാരാർ കഴിഞ്ഞ 8 വർഷമായിട്ട് യാതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത ആളാണ്. എനിക്കൊരു പാർട്ടിയുടെ മെമ്പർഷിപ്പും ഇല്ല. അവിടെ എനിക്ക് പ്രതിപക്ഷ സ്വരമായി നിൽക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി അനുകൂലിക്കാം, ഏതൊരാളെ വിമർശിക്കാം. പക്ഷേ ഇനി അതിനുള്ള സ്പേസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടോ? അത് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിച്ചതേ അല്ല. ഞാൻ സമൂഹത്തോട് എനിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്ന ആൾക്കാരോട് ഞാൻ പറയുകയായിരുന്നു, പിഷാരടി എന്താണ് യോഗ്യത, അഖിൽ മാരാരുടെ യോഗ്യത എന്ന അർത്ഥത്തിൽ മാത്രം ഞാൻ പറഞ്ഞു വിട്ടേ. ഇതേ അഭിപ്രായം ആയിരിക്കും. അപ്പൊ ഇതേ പറഞ്ഞത് വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടല്ലേ? അതായത് പിഷാരടിയോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരുവിധ എതിർപ്പുമില്ല. ഞാൻ പറഞ്ഞ എന്താണ്, പിഷാരടി എന്താണ് നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള ഇതാന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞതെന്ന്. ഇനി ഇയാളുടെ നിലപാടില്ലായ്മയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കൈലരിയുടെ ഒരു പ്രോഗ്രാം മമ്മൂക്ക ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ദുബായിൽ വെച്ച് നടന്നിട്ടുണ്ട്. അബുദാബിയിലായിരുന്നു ആ ഷോ നടന്നത്. അന്ന് ആ വേദി വെച്ചിട്ട് ജോജു ജോർജ് ഇറങ്ങിപ്പോയത് എന്താണെന്ന് നിങ്ങൾ ജോജുവിനെ ആ വേദി കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കളികൾ കളിച്ചതിലൊരു പ്രധാനി പിഷാരടി ആയിരുന്നു. പറഞ്ഞു വരുന്നത് എങ്ങനെ എന്താണെന്നറിയും? അതായത് പണ്ടങ്ങാണ്ട് ഏതോ ഒരു അവാർഡ് ഫംഗ്ഷൻ്റെ ഇടയിൽ വെച്ചിട്ട് പിഷാരടി കാരണമാണ് ജോജു ജോർജ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്നത്, അതായത് അതിൻ്റെ ഒരു വാശിയുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ദേഷ്യം ഉള്ളിലുണ്ടായിരുന്നു. അതാണ് ഈ പിഷാരടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാനുള്ള കാരണം എന്നാണ് മാരാർ പറയുന്നത്. എന്ത് നിലപാടുണ്ടടാ ഇയാൾക്ക്? തീർന്നതാ, കേക്ക് ബാക്കിയുള്ള കേക്ക്. അതിന് എത്ര വൃത്തികെട്ട മനസ്സോട് കൂടിയിട്ടാണ് ഈ രമേശ് പിഷാരടി അവിടെ കളിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കണം. എനിക്ക് ആ ഒരു ദേഷ്യം മനസ്സിലുണ്ട്. ഇതാണ് പറഞ്ഞത്, ഒരു നിലപാടും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് അയാൾ. ആദ്യം പറഞ്ഞ ഡയലോഗ് എന്തുവാ? ആദ്യം പറഞ്ഞ് അത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് വേറെ പ്രശ്നം. ആദ്യം പറഞ്ഞു എന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ തിരിച്ചു പറഞ്ഞാണ്. രണ്ടാമത് പറഞ്ഞു എനിക്ക് വ്യക്തിപരമായ പ്രശ്നമൊന്നുമില്ലെന്ന്. മൂന്നാമത് പറഞ്ഞു ജോജു ജോർജിനെ ഇറക്കി വിട്ടതിന്റെ പ്രതികരണം. അതാ പറഞ്ഞത്, ഇയാൾക്ക് തന്നെ ഉറപ്പില്ല ഇയാൾ എന്താണ് സംസാരിക്കുന്നതെന്ന്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇയാൾക്ക് ജോജുവിനോടൊക്കെ ഭയങ്കര സ്നേഹമാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. മാരാറ് ഇടയ്ക്ക് വെച്ച് മാരാറിനെ ഈ ജോജു ജോർജ് അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ പേരിലാണ് അൺഫോളോ ചെയ്തത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാൻ തോന്നി. കാര്യം ജോജുവിൻ്റെ ഒരു പുതിയ മൂവി റിലീസാവാൻ പോകുമായിരുന്നു. ആ മൂവിയുടെ ഒരു പോസ്റ്റർ എടുത്ത് സ്റ്റോറി ഇടാൻ പറഞ്ഞപ്പോൾ സമയത്ത് പൈസ വെച്ച് 1.5 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് ഞാനിപ്പോൾ പോസ്റ്റർ ഇടുന്നത്, അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റ് ഇടിക്കുന്നു, അങ്ങനെ ആണ്ട് എന്തോ സംഭവം ഉണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ മാരാറ്. അയാൾക്ക് അത്ര അങ്ങ് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ പോസ്റ്റർ എന്തുകൊണ്ടാണ് അങ്ങനെ അത് പോസ്റ്റ് ചെയ്ത് കൊടുക്കാഞ്ഞത്? സോ അതായത് പണ്ട് നടന്ന വിഷയം, അതായത് ജോജുവിനോടുള്ള സ്നേഹം കാരണം ഇപ്പം വന്ന് പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും നല്ല സാധനം എന്താണെന്നറിയോ? പിഷാരടിക്കെതിരെ ഈ പുള്ളി സംസാരിച്ചത് മുട്ടാൻ പറ്റാത്തത് മുട്ടിയ പോലെ ആയിപ്പോയി. രാഷ്ട്രീയമായിട്ട് പിഷാരടി എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ നാക്കില് മാരാരെ പുള്ളി വെട്ടിക്കൈ വായിലൊന്നും ചെന്ന് പെടാൻ പറ്റത്തില്ല. ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത വ്യക്തിയാണ് അഖിൽ മാരാർ. അത് ഏത് നിലപാടാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഇതിന്റെ അകത്ത് ഒരു കമന്റ് വന്നിരുന്നായിരുന്നു. കമന്റല്ല, എനിക്ക് അല്ല, അതിനകത്ത് വയനാട്ടിൽ ഓഫർ ചെയ്ത വീട് എവിടെ? വയനാട്ടിൽ സർക്കാർ അല്ലാതെ ആരെങ്കിലും വീട് വെച്ചു കൊടുത്തത് നിനക്കറിയാവോ? ഇല്ല. പിണറായി വിജയൻ അല്ലാതെ കേരളത്തിൽ വയനാട്ടിൽ വീട് വെച്ചു കൊടുത്ത എത്ര പേരെ അറിയാം നിനക്ക്? ഓഫർ ചെയ്ത ആൾക്കാർ എണ്ണം ഞാൻ പറയട്ടെ. OB ചെമ്മണ്ണൂർ 100 വീട് ഓഫർ ചെയ്തു, വെച്ചു കൊടുത്ത കണ്ടോ? യൂസഫ് അലി 100 വീട് ഓഫർ ചെയ്തു, വെച്ചു കൊടുത്തത് കണ്ടോ? ഇന്ത്യൻ മലയാളി അസോസിയേഷൻ 50ഓളം വീടുകൾ ഓഫർ ചെയ്തു, വെച്ചു കൊടുത്തത് കണ്ടോ? ക്രൗൺ പ്ലാസയുടെ ഓണർ നമ്മുടെ KG എബ്രഹാം സാർ 50 വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, വെച്ചു കൊടുത്തത് കണ്ടോ?
പിന്നെന്തിനാ എന്നോട് വന്ന് ചോദിക്കുന്നത്? എന്റെ സ്വന്തം കാര്യം പറ, എന്തിനാ നാട്ടുകാരുടെ കാര്യങ്ങൾ രാഷ്ട്രീയ നേതാവാ അവര് കൊടുത്തില്ല ഇവര് കൊടുത്തില്ല, പിന്നെ എന്തിനാ ഞാൻ കൊടുക്കുന്നത്? ഞാൻ കൊടുക്കുന്നത്? രാഷ്ട്രീയ നേതാവ്. പിന്നെ എന്തിനാ ഇതൊക്കെ ഒന്ന് പറയാൻ നിൽക്കുന്നേ? ഈ പുള്ളി അംഗീകരിക്കുന്ന ഒരു സാധനം എന്നറിയോ, 2020 എന്ന പാർട്ടി ഉണ്ടെന്ന് പുള്ളി നാടിനെ 10 പേരെ അറിയിപ്പിച്ചു. ജയിക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കേസ്. അങ്ങനെ പാർട്ടി ഉണ്ടെന്ന് അറിയിച്ചു. പക്ഷെ അതേപോലെ തന്നെ മാരാരുടെ നിലപാട് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി, എക്സ്പോസ് ആയി. ഇനി മാരാന്റെ ഒരു അഭിപ്രായം പറയണ്ട, ആരും കേൾക്കാൻ പോകുന്നില്ല. ഇതിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല. പോസിറ്റീവ് സാധനമുണ്ട്. മാരാൻ ഇനി നാളെ MLA ആയെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ നിലപാട് മാറ്റുന്നവനില്ലേ, ഞാൻ മാറ്റി എന്ന് പറയാൻ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിളായിട്ട്. എന്തായാലും ഇതാണ് മാരാർ സിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും ഇതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. വരും ദിവസങ്ങളിൽ അറിയാം മാരാർ ജയിക്കുമോ തോക്കുമോ എന്ന്. എനിക്ക് വളരെ ക്ലാരിറ്റി ആയിട്ട് അറിയാം പുള്ളി തോക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കഴിഞ്ഞു. ഈ മാരാര് തോക്കും എന്നുള്ള ഉറപ്പോടെ തന്നെയാണ് നിൽക്കുന്നത്. പുള്ളി നിന്നതിന്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഡയറക്റ്റ് നേതാവായി. ഇനി 2020 പുള്ളി പറയുന്നതാണ് അവിടുത്തെ മെയിൻ അഭിപ്രായം. ബുദ്ധിയുള്ളവനാ. പക്ഷെ ചെറുതായിട്ട് എവിടേക്കോ പാളുന്നുണ്ടോ എന്നൊരു സംശയം. ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും പൊട്ടന്മാരാന്ന് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അതാണ് ഒരു ചിന്ത. അതായത് എന്നെ വെച്ച ആരും ഇല്ല എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. ആ ചിന്ത നിങ്ങൾ എന്നെടുത്ത് കളയുന്നോ അന്ന് നിങ്ങൾ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.